അപ്പൊ ന്യൂസിലൻഡിനോട് വിട പറയാൻ സമയമായി. യെസ്, നമ്മൾ ഇന്ന് ന്യൂസിലൻഡിൽ നിന്നും വിട പറഞ്ഞ് നമ്മൾ സിഡ്നി വഴി ബാലിയിലേക്ക് പോവുകയാണ്, ഇന്തോനേഷ്യയുടെ ബാലിയിലേക്ക്. അപ്പൊ ഇന്നൊരു നീണ്ട യാത്രയാണ്, ഒരു ദീർഘമായ യാത്രയാണ്. ജെറ്റ് സ്റ്റാർ വിമാനത്തിലാണ് ഇവിടെ നിന്ന് സിഡ്നിക്ക് പോകുന്നത്. അവിടെ ഒരു 5 മണിക്കൂർ ലേവർ, അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു 6-7 മണിക്കൂർ ഫ്ലൈറ്റ് ടു സിഡ്നി, അല്ല ബാലി. ഇന്ന് മിക്കവാറും നട്ടപ്പര ഇവിടത്തെ വെളുപ്പിനെ ഞങ്ങൾ സിഡ്നി എത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടുത്തെ രാത്രി 9:30. ഫുൾ കട്ട ജെറ്റ്ലാഗും പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്വീൻസ് ടൗണിൽ നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ താമസിച്ച അതിമനോഹരമായിട്ടുള്ള എയർബിഎൻബി അപ്പാർട്ട്മെന്റിനോട് നമ്മൾ വിട പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. റൂമെല്ലാം ക്ലീൻ ആക്കി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് ഗോ. റൂം പൂട്ടി, ചാവി ഇവിടെ ലോക്ക് ബോക്സ് ഉണ്ട്, ഈ ലോക്ക് ബോക്സിൽ ഇട്ടതിന് ശേഷം അടച്ചു വെക്കുക. പിന്നെ ഇതാർക്കും തുറക്കാൻ പറ്റില്ല. നമ്മൾ ഈ വീടിന്റെ ഓണറിനെ പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ജനൽ തുറന്നിടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ജനൽ തുറന്നിട്ടു. നൗ വിൽ ഗോ, വി ആർ റെഡി ടു ഗോ. അയ്യോ, അത്ഭുതം, മഹാത്ഭുതം, അത്ഭുതം, മഹാത്ഭുതം. ഇന്ന് കാക്ക, ന്യൂസിലൻഡിൽ കാക്ക ഉണ്ടോ? മലർന്നു പറക്കും. 10 മണിക്ക് സമയം ലേറ്റ് ആയല്ലോ, എന്താണ് സംഭവം? ഞാൻ റൂമൊക്കെ കറക്റ്റ് ടൈമിൽ കയറണമെന്ന് പറഞ്ഞല്ലോ. റൂമൊക്കെ പൂട്ടി ചാവിയൊക്കെ വെച്ചിട്ട് വരണ്ടേ? അല്ല, ഇന്ന് തന്നെ ഞാൻ വണ്ടി ഓടിക്കണ്ടേ? എന്നെ എയർപോർട്ടിലേക്ക് അല്ലേ? ഞാൻ പെട്ടി എടുത്ത് വെക്കട്ടെ. നമുക്ക് 12:30 ഫ്ലൈറ്റ് ലേറ്റ് ആയിരിക്കും മിക്കവാറും. നമ്മുടെ വിമാനം മെൽബണിൽ നിന്ന് വരുന്ന വിമാനമാണ്. അത് അവിടെ നിന്ന് 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വിട്ടത്. രാവിലെ എയർപോർട്ടിലേക്ക് പോകാൻ കട്ട ബ്ലോക്കാണ്, ഇവിടുന്നേ ബ്ലോക്കാണ്. ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട് നമുക്ക് എയർപോർട്ടിലേക്ക്. അടിപൊളി. ഇവിടെ നമ്മൾ പാർക്കിങ്ങിലെത്തി. നമ്മുടെ പാർക്കിങ്ങിൽ നമ്മൾ കാർ എടുത്ത റെന്റൽ കാറുകളുടെ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി കയറ്റിയിടണം. ഇതാണ് റെന്റൽ കാറുകളുടെ പാർക്കിംഗ് ഏരിയ. യെസ്, അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ റെന്റൽ കാർ ഇനി റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവിടെ കൊണ്ട് ചാവി ഡ്രോപ്പ് ചെയ്താൽ മതി, വേറെ പരിപാടി ഒന്നുമില്ല. ഭയങ്കര അതെ 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 അതെ, നല്ല വണ്ടിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി, നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല വണ്ടിയായിരുന്നു. എങ്ങോട്ട് പോവാ? നമ്മളങ്ങോട്ടാ പോട്ടെ, മഞ്ഞപ്പെട്ടി കൊണ്ട് നടക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് റെന്റ് കാറുകളുടെ പാർക്കിംഗ് ഏരിയ ആണ്. നമ്മൾ ഇവിടെ കൊണ്ട് വണ്ടി റിട്ടേൺ ചെയ്ത് വണ്ടി ലോക്ക് ചെയ്തിട്ട് ഇവിടെയാണോ കീ റിട്ടേൺ? ഡു യു നീഡ് ടു റിട്ടേൺ ദ കീ ഹിയർ? Yeah, I wish. Yes, you return the keys to me, please, guys. Oh, that's it? Any problems at all with it? Any issues? No. You can have a look if you want. Yeah, sure, you can have a look. ശരി കേട്ടോ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇല്ല, അതായത് ഇവിടെ നമ്മൾ എല്ലാവരോടും ബൈ എന്ന് പറയില്ലേ, ഇവിടെ ഒരൊറ്റ മനുഷ്യൻ നമ്മളോട് ബൈ പറയില്ല, സി യു എന്നേ പറയുള്ളൂ. അപ്പൊ നമ്മൾ സിയ എന്നാണ് ഇവര് പറയുന്നത്, സിയ. ഇവിടെ കുറെ വാക്കുകളുണ്ട്, കുറച്ച് എൻറ്റയർലി ഡിഫറെന്റ് വാക്കുകളാണ്. പിന്നെ ഇവിടെ നമ്മൾ ആ പുള്ളിയുടെ ഒരു ചാവി കൊടുത്തു, പുള്ളി വണ്ടി മൊത്തം നോക്കി, ഓക്കെയാണ്, ഓൾ ഗുഡ്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മൾ ഓഫീസിലെ വല്ലതും പോകേണ്ട ആവശ്യമുണ്ടോ? ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ നേരെ ചെക്ക് ഇൻ ചെയ്യുക, ഫ്ലൈറ്റിൽ കയറുക, പോവുക, സിമ്പിൾ പരിപാടിയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഇതിലൂടെ ഇറങ്ങാൻ പറ്റില്ല, അയ്യോ, അപ്പുറത്തോടെ ഇറങ്ങണം. യെസ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വണ്ടി ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവര് ബൈ പറയില്ല, ഇവരെ ആരും. ഞങ്ങൾ ഇത്രയും ദിവസം ശ്രദ്ധിച്ചൊരു കാര്യമാണ്. നമ്മൾ പോയിട്ട് വരാം എന്ന് പറയില്ലേ, നമ്മൾ പോവാണെന്ന് ആരോടും പറയില്ലല്ലോ. പോയിട്ട് വരാം എന്ന് പറയുന്ന പോലെ തന്നെ സി യു എന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും അത് ശരിയാണ്, നമ്മൾ ബൈ പറയേണ്ട ആവശ്യമില്ല, സി യു എന്ന് പറഞ്ഞാൽ മതി, വീണ്ടും കാണാം. അതല്ലേ ഒരു രീതി അതിൻ്റെ എന്ന് പറയുന്നത്. താങ്ക് യു. നമുക്ക് വണ്ടി നിർത്തി തന്നിട്ടില്ലേ, അങ്ങനെയാണ്. ഭയങ്കര മര്യാദയുടെ ആൾക്കാരാണ്. മര്യാദ ഇച്ചിരി കൂടുതലാണോ എന്നേ ഉള്ളൂ ചില സമയത്ത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഫ്രാങ്ക്ടൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ക്വീൻസ് ടൗണിൻ്റെ വിമാനത്താവളത്തിൻ്റെ പേര് ഫ്രാങ്ക്ടൺ വിമാനത്താവളം എന്നാണ്, ഫ്രാങ്ക്ടൺ എയർപോർട്ട് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് കണ്ടില്ലേ, ഒരു രാജ്യത്തേക്കും ഓരോ സ്ഥലത്തേക്കുമുള്ള ഡിസ്റ്റൻസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നതല്ല, ഉള്ളല്ലേ. ഇവിടുന്ന് നമ്മൾക്ക് പോകേണ്ട സിഡ്നിയിലേക്ക് 2176 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ടോക്കിയോ, ബബറ്റ്. നമ്മൾ ഇന്ത്യയിൽ ഏതെങ്കിലും സ്ഥലം എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല ഗൈസ്, ഇന്ത്യയിലെ സ്ഥലങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നാദി, വാൻകൂവർ, സാൻ ഫ്രാൻസിസ്കോ, മോൺട്രിയൽ, ന്യൂയോർക്ക്, ഹോങ്കോങ്, ടോക്കിയോ. നഹി, ഇന്ത്യ നഹി. ഇതാണ് നമ്മുടെ ടെർമിനൽ. ചെറിയൊരു എയർപോർട്ടാണ്, കുട്ടി എയർപോർട്ടാണ്. ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് ഡു ദ ചെക്ക് ഇൻ. അണേബിൾ ടു വെരിഫൈ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവിടെ കൗണ്ടറിൽ കാണിച്ച് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ കൗണ്ടറിൽ കാണിച്ച് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ബോർഡിംഗ് പാസ് കിട്ടി. ഇവിടെ എല്ലാ പണിയും നമ്മൾ തന്നെ എടുക്കണം. യെസ്, എന്നിട്ട് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ടാഗ് ഉണ്ടല്ലോ, ആ ടാഗ് പെട്ടിയിൽ നമ്മൾ ഒട്ടിക്കണം. അത് അവർ തരും. അത് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുക, എന്നിട്ട് പെട്ടിയിട്ട് കൊടുക്കുക. സ്കാൻ ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്, അതിൻ്റെ ബാർകോഡ് ഉള്ള ഭാഗം സ്കാൻ ചെയ്യുക. ആദ്യം ബാഗ് അതിൻ്റെ മേളിൽ വെക്കണം, എന്നിട്ട് ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് തന്നെ കയറി പൊക്കോളും, പിന്നെ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല. സ്കാൻ ആയില്ലേ? ഇവിടെ സ്കാൻ ചെയ്യണ്ട, ഇവിടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്ന സ്ഥലമാണ്.
കറണ്ട് ബാഗ് വെയിറ്റ് 9 കിലോ അത്ര ഉള്ളല്ലേ വലിയ പെട്ടിക്ക്. റിമൈനിങ് അലവൻസ് 30 കിലോ. സെൻ ബാഗ്. യെസ്. അപ്പൊ ഇതും എൻ്റെ തന്നെയാ പോകുന്നത്. യുവർ ബാഗ്സ് ആർ ബീങ് ചെക്ക്ഡ് ഇൻ ടു സിറ്റി. നിങ്ങൾ രണ്ടും ഒന്നില്ല പോകുന്നത്? വേണ്ട. സെൻ ബാഗ് പ്ലീസ് ടെൻ ക്ലിയർ ഡു നോട്ട്. യെസ്. അപ്പോൾ എൻ്റെ പെട്ടിയും പോയി ഗൈസ്. യെസ്. 2 പെട്ടി. അയ്യോ 2 പെട്ടിയും കൂടി നമുക്ക് സിഡ്നി കിട്ടുന്നതായിരിക്കും. ടപ്പേ. ബാഗേജ് റെസിപ്റ്റും കിട്ടി. വാവ് വെരി ഗുഡ്. നമ്മൾ ബാഗ് എല്ലാം ഡ്രോപ്പ് ചെയ്ത് ജസ്റ്റ് എയർപോർട്ടിനെ പുറത്തേക്ക് ഇറങ്ങി വന്നു. എയർപോർട്ടിലെ പുറത്തെ ആംബിയൻസ് കണ്ടില്ലേ നമുക്ക്? അടിപൊളിയല്ലേ? ഇത് ഇവിടെ ഒരു കോഫി പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ മൗറി ഇല്ലേ, മൗറീസിൻ്റെ ഒരു ചെറിയൊരു സ്കൾപ്ചറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ മുമ്പിൽ നമുക്കിവിടെ ക്രിസ്മസ് ട്രീ കാണാൻ സാധിക്കും. എല്ലായിടത്തും ക്രിസ്മസ് വൈബുകളാണ്. നല്ല കിടുക്കാച്ച എയർപോർട്ടിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ ആംബിയൻസ് പുറത്തെ. നൗ ലെറ്റ്സ് ഗോ ടു സെക്യൂരിറ്റി ചെക്ക് ആൻഡ് ഇമിഗ്രേഷൻ. സെക്യൂരിറ്റി ചെക്കിൽ അത്യാവശ്യം തിരക്കുണ്ടല്ലോ, അകത്ത് പോയിട്ട് കാണാമേ. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കും ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് വന്നു. സെക്യൂരിറ്റി ചെക്കിന് അവിടെ കുറച്ച് സമയം എടുത്തു, ഒരു 10-20 മിനിറ്റ് എടുത്തു. അവിടെ തിരക്കുണ്ടായിരുന്നു. തിരക്ക് മാത്രമല്ല അവരെന്തോ എക്സ്ട്രാ സെക്യൂരിറ്റി ചെക്കും മറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു ജെറ്റ് സ്റ്റാറിൻ്റെ വിമാനം കിടപ്പുണ്ട്. ഇതിലല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഇനി വേറൊരു വിമാനം വരും, അതിലാണ് പോകുന്നത്. ഇതൊരു ചെറിയ വിമാനത്താവളമാണ്. അതുകൊണ്ടല്ലേ ഇത്ര ഉള്ള വിമാനത്താവളം. നമ്മൾ ശരിക്കും പെട്ടു കേട്ടോ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ട് ആകെ ഈ കാണുന്ന ഒരു ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് കാരണമായിരുന്നു. പിന്നെ ഉള്ളത് ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലവും പിന്നെ ഇവിടെ ഒരു ഡ്യൂട്ടി ഫ്രീയും. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇതൊരു ചെറിയ കുഞ്ഞി എയർപോർട്ടാണ്. നമ്മൾ പെട്ടു കേട്ടോ. ഇതിനകത്തെ റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. ആകെ ഈ കാണുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ആപ്പിളുണ്ട്, ഞാൻ ആപ്പിൾ കഴിച്ചോളാം. നമ്മളിത് ഇവിടുത്തെ ഈ കടയിൽ നിന്ന് ഫയർ ബൈക്ക് കഴിക്കാൻ വേണ്ടി ഇതിനകത്ത് മുട്ടയാണ്. മുട്ട വിത്ത് വീറ്റ് ബ്രെഡ് ആണെന്ന് തോന്നുന്നു. ഒരു കുപ്പി വെള്ളം പിന്നെ ഒരു ചിപ്സും വാങ്ങിച്ചു. പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയുക ബർഗറും സാൻഡ്വിച്ചും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ എയർ ന്യൂസിലൻഡിൻ്റെ ഒരു ഫുൾ ബ്ലാക്ക് കളറിലെ ഒരു വിമാനം കിടപ്പുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഒരു ജെറ്റ് സ്റ്റാറിൻ്റെ വിമാനം കിടപ്പുണ്ട്. അതേ എയർ ന്യൂസിലൻഡിൻ്റെ വിമാനം എടുത്തുകൊണ്ട് പോയി. നല്ല ലുക്കാട്ടോ. ആ സിൽവർ ഫൺ ഇല ഇങ്ങനെ ബാക്കിലുള്ള ആ ഒരു ലിവറി അടിപൊളിയാണ്. നല്ലതാണോ? സൂപ്പറാ. ഓക്കെ, ഞാൻ രാവിലെ കഴിക്കാൻ പോകുന്നത് ഒരു ആപ്പിളും ഒരു ഓറഞ്ചും. നമ്മുടെ ബോർഡിങ് അവിടെ തുടങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ കയറി തുടങ്ങി. കോൺടസിൻ്റെ ഒരു വിമാനം വന്നിട്ടില്ലേ, ഇപ്പോൾ കൊണ്ടുവന്ന് നിർത്തുകയാണ്. കുഞ്ഞി എയർപോർട്ടാണ്. ഒരു 3-4 വിമാനങ്ങളൊക്കെ അറ്റ് എ ടൈം പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ജെറ്റ് സ്റ്റാറിൻ്റെ ആദ്യത്തെ വിമാനത്തിൽ കയറാൻ പോവാണ്. ജെറ്റ് സ്റ്റാറിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ഫുള്ള് ബാലി വരെ പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് 320യും സിഡ്നിയിൽ നിന്ന് ബാലിയിലേക്ക് 321 ലോങ് റേഞ്ച് വിമാനമാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ 7 മണിക്കൂർ ഫ്ലൈ ഇല്ലല്ലോ 321. എന്തായാലും അടിപൊളി. ലെറ്റ്സ് ഗോ. നമുക്ക് സീറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്ത് മറ്റേ ഇതിൽ തന്നു, ഫ്രീ ആയിട്ട് എമർജൻസി എക്സിറ്റിൻ്റെ സീറ്റിൽ തന്നു. ഇല്ലെങ്കിൽ അതിന് $40 കൊടുക്കണം. കോണ്ടാസ് അപ്പുറത്ത് കിടക്കുന്നു. കോണ്ടാസിൻ്റെ ബോയിങ് 737-800. ഇപ്പുറത്ത് നമ്മുടെ ജെറ്റ് സ്റ്റാറിൻ്റെ 11 വർഷം പഴക്കമുള്ള എയർബസ് 321 വിമാനമാണ്. 11 വർഷം പഴക്കമുള്ളത്. ഇത് ഒരു ഒട്ടും കാണാനൊരു ഭംഗിയില്ലാത്തൊരു ലിവറിയാണ്. ഒരുമാതിരി ക്ലൗഡി ഡിസൈൻ അല്ലേ, ഒരു ഭംഗിയില്ലാത്ത സാധനം. പക്ഷെ കുഴപ്പമില്ല. ലെറ്റ്സ് ഗോ ഇൻ. അങ്ങനെ നമ്മൾ വിമാനത്തിനുള്ളിൽ കയറി. ആസ് യൂഷ്വൽ ജെറ്റ് സ്റ്റാർ സാധാരണ നമ്മുടെ ഇൻഡിഗോ പോലത്തെ തന്നെ സെയിം സംഭവം. ലെഗ് സ്പേസ് എന്ന് പറയുന്നത് നോട്ട് ബാഡ്, കുഴപ്പമില്ല. എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞ് പറ്റിച്ച്. ഇത് എമർജൻസി എക്സിറ്റിൻ്റെ തൊട്ട് മുമ്പിലുള്ള സീറ്റാണ്. എമർജൻസി എക്സിറ്റ് അല്ല, കുഴപ്പമില്ല. എമർജൻസി എക്സിറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഹാൻഡ് റെസ്റ്റ് കിട്ടൂല, പിന്നെ പുഷ് ബാക്ക് കിട്ടൂല, അത്രയും ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു 3 മണിക്കൂർ 3.5 മണിക്കൂറാണ് നമ്മുടെ ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ നമുക്ക് മറ്റേ ഓസ്ട്രേലിയയുടെ അറൈവൽ കാർഡ് തന്നായിരുന്നു. ഇത് നമുക്ക് ഫില്ല് ചെയ്യണം. കാരണം നമ്മൾ ഒരു ട്രാൻസിറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഈ സംഭവം ഫില്ല് ചെയ്യണം നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കിനും. ഹായ് സഹീർ ഭായ്. ഹായ്. സഹീർ ഭായുടെ അപ്പുറത്ത് ഇതാണ് നിങ്ങൾ മിഡിൽ സീറ്റ് ഇരുന്ന സഹീർ ഭായുടെ അപ്പുറത്തെ ഒരു പെൺകുട്ടിയാണ്. സോറി, ഇതും അവർ മാറിപ്പോയി, നമ്മളെ പറ്റിച്ച്. എക്സിറ്റ് റോ തൊട്ട് പറയിലാണ് എമർജൻസി എക്സിറ്റ്. പക്ഷെ നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ നമ്മൾ കറക്റ്റ് സീറ്റാ. ഇത് ഞാൻ എന്ത് ചെയ്യാനാ? അല്ല സീറ്റ് ഇത് ചെയ്യാം, പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. അതുണ്ട്, പുഷ് ബാക്ക് ഉണ്ട്. എമർജൻസി എക്സിറ്റിൽ പുഷ് ബാക്ക് പോലും കിട്ടൂല. അപ്പൊ സൈർബായുടെ അപ്പുറത്തെ ഒരു സുന്ദരി പെങ്കച്ചിരിപ്പുണ്ട്. എണീറ്റ് ബെസ്റ്റ്. സൈർബായി വന്നിരുന്നത് പുള്ളിക്കാരി എണീറ്റ് അപ്പുറത്ത് വരുന്നത്. സൈർബായി എന്താണ് സൈർബായി ഇങ്ങനെ? നമ്മുടെ ഇത് കിട്ടിയില്ലേ കാർഡ്? ആ കാർഡ് ഫില്ല് ചെയ്യ്. ഇത് കിട്ടിയില്ലേ?
അത് ഫില്ല് ചെയ്തോ. അപ്പുറത്ത് ജെറ്റ് സ്റ്റാറിൻ്റെ വേറൊരു വിമാനം നടപ്പുണ്ട്. അതും എയർബസ് A320 ആണ്. ജെറ്റ് സ്റ്റാറിന് ഏറ്റവും കൂടുതലുള്ളത് 320 321 ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവർക്ക് വലിയ വിമാനമുണ്ട്, ലോങ് റേഞ്ച് അൾട്രാ വൈഡ് ബോഡി വിമാനങ്ങളുണ്ട്. മറ്റേ എനിക്ക് തോന്നുന്നു ഡ്രീം ലൈനർ എനിക്കറിയത്തില്ല, നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും അത് യാത്ര ചെയ്യാം. പിന്നെ അപ്പുറത്ത് എയർ ന്യൂസിലൻഡിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ലിവറിലുള്ളൊരു വിമാനം പുറപ്പെടാൻ റെഡിയായി നിൽക്കുന്നു. അത് അങ്ങോട്ട് പോകണം. എന്നാലും സഹീർ ഭായി, നിങ്ങൾ വന്നിരുന്നപ്പോൾ അപ്പുറത്തിരുന്ന പെൺകുട്ടി എന്തിനാ അങ്ങോട്ട് മാറിയിരുന്നേ? അപ്പോൾ പിന്നെ എൻ്റെ പേഴ്സണൽ അപ്പം എൻ്റെ കൂടെ അതുകൊണ്ടല്ല. ഫ്ലൈറ്റ് ഫുള്ളൊന്നും അല്ല കേട്ടോ, സീറ്റുകളൊക്കെ കാലിയുണ്ട്. ഇങ്ങോട്ട് വരാൻ നേരം ഫ്ലൈറ്റ് ഫുള്ളി പാക്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ക്വീൻസ് ടൗൺ എന്ന സ്ഥലത്തോട് വിട പറയാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇന്നൊരു ക്ലൗഡി ഡേ ആണ്. നമുക്ക് ഇവിടെ വന്നിട്ട് 2 ദിവസം മഴ കിട്ടി. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല സണ്ണി ഡേ കിട്ടിയതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സാധിച്ചു. അപ്പോൾ ക്വീൻസ് ടൗണിൽ നിന്ന് മടങ്ങുമ്പോൾ ഒറ്റ നിരാശ മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്ത ഷോർട്ട് ഓവർ ജെറ്റിൻ്റെ മര്യാദയ്ക്കുള്ള വീഡിയോ അവന്മാർക്ക് തരാൻ പറ്റിയില്ല. അവന്മാർക്ക് അതിൻ്റെ ഒരു നിരന്തരം കംപ്ലയിൻറ്റ് ചെയ്തിട്ടും ഓൾട്ടർനേറ്റീവ് ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവന്മാർക്ക് സാധിച്ചില്ല, അവന്മാർ ചെയ്തില്ല. ആ ഒരു കാര്യത്തിൽ വലിയൊരു അമർഷമുണ്ട്. സാരമില്ല, പോട്ടെ, നമ്മുടെ അവർ ബാഡ് ലക്ക്, അല്ലാതെ വെറും ചെയ്യാനല്ല. സോ വി ആർ ഗോയിങ് ടു ഫ്ലൈ ബാക്ക് ടു സിഡ്നി. ഈ വിമാനത്തിൻ്റെ ഒരു കഴിവുണ്ട് കേട്ടോ, ഇത് നിർത്തി തിരിക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ ചെറിയ സ്ഥലത്തിട്ട് നിർത്തി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, അതാണ് നമ്മുടെ റൺവേ. എൻ്റെ അമ്മ ഇപ്പം മലയിൽ പോയി ഇടിക്കുമോ ദൈവം, ഇതെന്നെ പോക്കാ പോകുന്നത് നോക്കി. മലയുടെ സൈഡിൽ കൂടെ പോണു. ദൈവമേ, ഇതെന്താ ഇത്? അങ്ങനെ നമ്മുടെ ലേക്ക് വക്കട്ടിപ്പൂ അവസാനമായിട്ട് നമ്മൾ വീണ്ടും കാണ്ടിരിക്കുകയാണ്. ഗുഡ് ബൈ. ഇനി നമുക്ക് വെള്ളം വരുമ്പോൾ കാണാട്ടോ ലേക്ക് വക്കട്ടിപ്പൂ. അടിപൊളിയായിരുന്നു. ഗുഡ് ബൈ എന്ന് പറയാൻ പറ്റില്ല. See you. Bye. ബൈ ബൈയും പറയില്ല. See you ലേക്ക് വക്കട്ടിപ്പൂ. വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടനെ നമുക്ക് ഫുഡ് കൊണ്ടു തന്നു. നമ്മൾ പ്രീ ഓർഡർ ചെയ്ത ഫുഡാണ്. അതിനകത്ത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങോട്ട് വരാൻ നേരം നമുക്ക് ഇത് തന്നെയാണ് കിട്ടിയത്. ഇത് ശരിക്കും ബീഫ് പൈ ആണ് ഈ സാധനം ഇതിനകത്തിരിക്കുന്നത്. ബീഫ് പൈ, പിന്നെ ബീഫിൻ്റെ അതിനകത്ത് ഒരു റോളും ഉണ്ട്, എലോങ് വിത്ത് ഒരു ഹോട്ട് ഡ്രിങ്ക് ആയിട്ട് ഞാൻ ഗ്രീൻ ടീ ആണ് പറഞ്ഞത്. ഗ്രീൻ ടീ അല്ലെങ്കിൽ കാപ്പി അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാം. പിന്നെ 2 കെച്ചപ്പും കൊണ്ട് തന്നു. ഞാനിവിടെ നെറ്റ്ഫ്ലിക്സിൽ കാസർഗോഡ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല പടം കേട്ടോ, അതിന് ഓൾമോസ്റ്റ് ക്ലൈമാക്സ് എത്തി, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവർ ബഡ്ജറ്റ് എയർലൈൻ ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് $15 കൂപ്പൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സാധനം ഇത് കണ്ടു, ഇതൊരു എന്തോ ഒരു വിസ്കിയാണ്. ഇതൊരെണ്ണം വാങ്ങിച്ച് ഇവർ ഐസൊക്കെ ഇട്ട് ഇത്തരത്തിൽ കൊണ്ട് തന്ന്, പിന്നെ വെള്ളമൊക്കെ ഉണ്ട്. ഇതുണ്ട്. പിന്നെ നമുക്ക് ഇത് കണ്ടില്ലേ, ഒലീവ്സ്, ഫ്രഷ് ഒലീവ്സ് ആണ്. ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഒലീവ്സ് അല്ല, ഗ്രീൻ ഒലീവ്സ് വിത്ത് ഹെർബ്സ്. ഇത് ഇത്തരത്തിൽ ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് പൈസയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. നമ്മുടെ ടിക്കറ്റിനകത്ത് നമുക്ക് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഞാൻ കാസർഗോഡ് ശരിക്കും കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇങ്ങോട്ട് ക്വീൻസ് ടൗണിലേക്ക് വരാൻ നേരമാണ് അതിൻ്റെ 3/4 ഭാഗം കണ്ടു തീർത്തത്. ഇപ്പോഴാണ് അതിൻ്റെ ബാക്കി കണ്ടത്. ഇപ്പോൾ മാമന്നൻ, അയ്യോ എൻ്റെ ഫോൺ താഴെ പോയി ഗൈസ്, ഇവിടെ ഇതിങ്ങനെ ഒരു പരുവത്തിന് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മാമന്നൻ കാണാനിടയിൽ എടുത്തിട്ട് മാമന്നൻ, അയ്യോ നെറ്റ്ഫ്ലിക്സിൽ ഇങ്ങനെ കുറേ പടങ്ങൾ ഇങ്ങനെ ഡൗൺലോഡ് വെച്ചിരിക്കുന്നതുകൊണ്ട് വിമാനയാത്രകളിൽ ബോറടിക്കാതിരിക്കും. ഇതാണ് എൻ്റെ ജെറ്റ് സ്റ്റാർ വിമാനത്തിലെ ഇൻഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ തട്ടിക്കൂട്ടി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. കണ്ട
സ്റ്റാറിൻ്റെ ഡ്രീം ലാൻഡറാണ് പോകുന്നത്, കണ്ടില്ലേ? ജെറ്റ് സ്റ്റാറിൻ്റെ ഡ്രീം ലാൻഡർ. ഇത് ചില റൂട്ടുകളിൽ ഓടുന്നുണ്ട്, നമ്മുടെ സ്കൂട്ടർ ഓടുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ സിഡ്നി അന്താരാഷ്ട്ര വിമാനത്തിൽ ലാൻഡ് ചെയ്തു. ഓൺ ടൈമാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. വിമാനം ലേറ്റ് ഒന്നുമല്ല, ലേറ്റ് ആയതൊക്കെ ഓടി പിടിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇൻ്റർവെൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിഡ്നിയിലെത്തി. നമ്മളിപ്പോൾ പുറത്തിറങ്ങുകയാണ്. താങ്ക് യു. അപ്പോൾ നമ്മൾ സിഡ്നിയിലെത്തി, നമ്മൾ പുറത്തിറങ്ങുന്നു. ഇനി പുറത്ത് പോയിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പെട്ടിയൊക്കെ കളക്ട് ചെയ്ത് തിരിച്ച് വീണ്ടും കയറി വരണം. എത്ര തവണയായി ഈ ട്രിപ്പിൽ സിഡ്നി എത്തുന്നത് എനിക്കറിയില്ല. നമ്മൾ ട്രാൻസിറ്റ് ആണ്. ഇമിഗ്രേഷൻ ഓഫീസർ ചോദിച്ചു ട്രാൻസിറ്റ് ആണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. വാട്ട് ടൈം ഈസ് യുവർ നെക്സ്റ്റ് ഫ്ലൈറ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 5:30 in the evening എന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ് ടു ഗോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളെ ബാഗും പെട്ടിയെല്ലാം സ്ക്രീൻ ചെയ്യണം. അത് ഇവിടുത്തെ ബയോസെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നു. സൈർ ഭായ് മിസ്സിങ് ആയി. സൈർ ഭായിനെ കാണാനില്ല. സൈർ ഭായിനെ ഞാൻ എവിടെ തപ്പൊന്നും എനിക്ക് അറിയത്തില്ല. സൈർ ഭായ് എവിടെ? സൈർ ഭായിനെ കണ്ടവരുണ്ടോ? സൈർ ഭായിനെ കാണാനില്ല ഗൈസ്. സൈർ ഭായ് എവിടെ പോയി? ബാഗ് ചെക്ക് ചെയ്യുന്ന സമയത്ത് സൈർ ഭായിനെ എവിടെയും മിസ് ചെയ്തു. നമ്മൾ ഉച്ചയ്ക്ക് 2:15 ഇപ്പൊ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും. ഇനി നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ബാലിക്കുള്ള ഫ്ലൈറ്റ് വൈകിട്ട് 5:45 നിങ്ങൾ എവിടെ പോയത്? നിങ്ങളെ കണ്ടില്ലല്ലോ. ബിരിയാണി മിണ്ടരുത്. ഇവിടെ നിന്ന് ബിരിയാണി കഴിച്ചിട്ട് വയറിളകിയതാ. എവിടെ പോയത്? അല്ല, നിങ്ങൾ പുറത്തിറങ്ങി എങ്ങനെ? ഞാൻ കണ്ടില്ലല്ലോ. എന്നെ പിടിച്ചൊന്നും വെച്ചിട്ടില്ല. ചുമ്മാ ഇങ്ങനെ ഏതോ വഴിക്ക് പോയതാ. ലോഞ്ചോ? ആദ്യം ലഞ്ച് കഴിക്കാം. ലഞ്ചല്ല, ആദ്യം പെട്ടിയൊക്കെ ഡ്രോപ്പ് പെട്ടി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് അകത്തേറി ലോഞ്ച് എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പോയിട്ട് ഫ്ലൈറ്റ് മാറി കയറുന്നവരാ. ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഫ്ലൈറ്റ് മാറി കയറുക, അടുത്ത വിമാനം എടുക്കുക. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. ഇപ്പോൾ നമുക്കിനി ഡിപ്പാർച്ചർ ഏരിയയിലേക്ക് പോവാം. നമ്മുടെ അടുത്ത വിമാനത്തിന്റെ ചെക്ക് ഇൻ തുടങ്ങിയെന്ന് തോന്നുന്നു. നമുക്ക് ബാഗൊക്കെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ അകത്തേക്ക് പോവാം. വെൽക്കം ടു സിഡ്നി എയർപോർട്ട്. അപ്പോൾ ഇനി നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇത് ഈ കാണുന്നത് 5:40 ഡെൻപസാർ ഫ്ലൈറ്റ്. അതാണ് നമുക്ക് പോകേണ്ടത്. JQ37 K ഗേറ്റിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം. ഇവിടെ എല്ലാം ചെക്ക് ഇൻ കൗണ്ടേഴ്സിൽ ഇതുപോലെയുള്ള മെഷീനുകളും അതേപോലെ തന്നെ നമ്മൾ സെൽഫ് ബാഗ് ഡ്രോപ്പ് പരിപാടികളുമാണ്. പിന്നെ എന്തെങ്കിലും വിസ ചെക്കോ അങ്ങനെ എന്തെങ്കിലും വെരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൗണ്ടറിൽ പോയാൽ മതി. ഭയങ്കര സിമ്പിളാണ്. സ്റ്റാഫൊക്കെ വളരെ കുറവ് മതി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും. ഇവിടെയുണ്ട് ലഗേജ് റാപ്പിങ്ങും പരിപാടികളൊക്കെ. ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പെട്ടിയൊക്കെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ലഗേജ് റാപ്പിംഗ് പരിപാടികളൊക്കെ ചെയ്യാം. ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ ന്യൂസിലൻഡിൽ നിന്ന് വാങ്ങിച്ച പോലെ തന്നെ ഇവിടെ നിന്ന് ഞാൻ നമ്മുടെ ഓസ്ട്രേലിയയുടെ കറൻസി നോട്ടുകളെല്ലാം വാങ്ങിച്ച്, എല്ലാ ഡിനോമിനേഷൻ നോട്ടുകളും അതേപോലെ തന്നെ കോയിൻസും വാങ്ങിച്ച് എല്ലാം കൂടെ $150 കൊടുക്കേണ്ടി വന്നു. 185 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ നോട്ട് കളക്ഷൻ, കറൻസി കളക്ഷൻ്റെ ഭാഗമായിട്ട് വെക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത പൈസയാണത്. ഞാൻ അകത്ത് പോയിട്ട് റിലാക്സ്ഡ് ഇട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ കറൻസീസ്. ഇത്രയും ദിവസം ഇവിടെ വന്ന് തെണ്ടി തിരിഞ്ഞിട്ട് ഒരു പൈസ പോലും, നോട്ട് പോലും കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഫുൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ബാലി പോകുമ്പോഴത്തേക്കും നമുക്ക് പൈസയുടെ ആവശ്യം വരും. എന്നാലും നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് പൈസ മാറ്റാം, പുറത്തിറങ്ങി മാറ്റാം. നല്ലത്. അപ്പോൾ 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. നമ്മളത് ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഇത്രയും തിരക്ക്, അടിപൊളി. ഒരു 1/2 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും. ഇവിടെ മാത്രം ഇവർക്ക് മറ്റേ ഇതില്ലെന്ന് തോന്നുന്നു കേട്ടോ, ബാഗ് ഡ്രോപ്പിൻ്റെ മെഷീൻ ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം മാനുവൽ പരിപാടിയാണ്. അടിപൊളി. ഇത്രയും ആൾക്കാരെ ഡെൻപസാറിന് പോകാനുള്ളതാണോ, ബാലിക്ക് പോകാനുള്ളവരാണോ? എൻ്റെ പൊന്നെ ചെറുതായി. നമ്മളൊരു 1/2 മണിക്കൂർ ഇവിടെ പോസ്റ്റ് ഗൈസ്, ഒന്നും പറയണ്ട. ഇത്രയും ആൾക്കാർക്ക് കയറാനായിട്ട് ആകെ 2 ചെക്ക് ഇൻ കൗണ്ടേഴ്സേ ഓപ്പൺ ഉള്ളൂ. 2 കൗണ്ടറിലെ ആളുള്ളൂ, വേറെ ഒരിടത്തും ആളില്ല. അതൊരു മാതിരി മറ്റിടത്തെ പരിപാടിയാണ്. അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, ജോക്സ് അബൌട്ട് ബോംബ്സ് ആർ നോട്ട് ഫണ്ണി, ക്രാക്ക് 1 ആൻഡ് യു കുഡ് മിസ് യുവർ ഫ്ലൈറ്റ് എന്ന്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എയർപോർട്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ആ പേര്, ആ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല. ഉച്ചരിച്ച് കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും, നിങ്ങളെ ഫ്ലൈറ്റ് മിസ്സാവും എന്ന് മാത്രമല്ല ജയിലിലാകുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി. നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ബാഗ് ഡ്രോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. നമ്മൾ ഇനിയിപ്പം ഉള്ളിലേക്ക് പോവുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഓസ്ട്രേലിയയുടെ സുവനീർ വാങ്ങിച്ചില്ലായിരുന്നു, അതും കൂടെ വാങ്ങിക്കണം. അകത്ത് പോയിട്ട് വാങ്ങിക്കാം. നമുക്കൊരു 1.5 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയൻ നോട്ടുകളെ പറ്റി കാണിക്കാം. ഇതാണ് ഇവിടുത്തെ $100 നോട്ട്. ഇതെല്ലാം പ്ലാസ്റ്റിക് നോട്ടുകളാണ്. $100 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ 5200 രൂപ വരും. അപ്പോൾ ഈ $100 നോട്ടിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ജോൺ മൊണാഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു എഞ്ചിനീയറും അതേപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഒരു ഓസ്ട്രേലിയയുടെ ഒരു മിലിറ്ററി കമാൻഡറും ആയിരുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കിവിടെ മറ്റൊരാളുടെ ഫോട്ടോ കാണാൻ സാധിക്കും. ഡാനെലി മെൽബ എന്ന് പറഞ്ഞൊരു ലേഡിയാണിത്. ഇവർ ഓസ്ട്രേലിയൻ ഓപ്പറ സിംഗറായിരുന്നു. അതായത് ഓപ്പറ സിംഗേഴ്സിനെ നമുക്ക് പലരെയും അറിയാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഓപ്പറ സിംഗറായിരുന്നു ഇവർ. അപ്പോൾ ഇവരുടെ
ചിത്രങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് $50. $50 നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡേവിഡ് ഉനൈപ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു ചിത്രമാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു അബോറിജിനൽ പ്രീച്ചറാണ്. അതാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് എഡിറ്റ് കോവാൻ എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ബേസിക്കലി ഒരു സോഷ്യൽ വർക്കറായിരുന്നു. ആക്ടിവിസം അങ്ങനെയുള്ള പല പരിപാടികളും ചെയ്ത ഒരു ലേഡിയായിരുന്നു. ഇവരുടെ ചിത്രങ്ങളാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള നോട്ടിൻ്റെ 2 സൈഡുകളിലും കൊടുത്തിരിക്കുന്നത്. നല്ല നോട്ടാണ് കേട്ടോ, നല്ല കിടുക്കാച്ചി ഡിസൈനാണ് ഇവരുടെ. ഇത് $20 നോട്ടാണ്. $20 നോട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജോൺ ഫ്ലിൻ എന്ന് പറഞ്ഞ ഒരു മിനിസ്റ്ററുടെ ചിത്രമാണ്. പിന്നെ ഇതിൽ നമുക്ക് 1-2 വിമാനങ്ങളും ഒരു വിമാനത്താവളം പിന്നെ അങ്ങനെ കുറച്ച് മൈന്യൂട്ട് എലമെന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മേരി റേബി എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ ചിത്രമാണ്. ലേഡി ഒരു ബിസിനസ്സുകാരിയായിരുന്നു. വെറും ബിസിനസ്സുകാരിയല്ല, ഇവർ കുറച്ച് വ്യത്യസ്തമായ ഒരു എന്താ പറയുക കുറേ കഥകൾ പറയാനുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഈ പേര് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇതാണ് $20. അതും അത്യാവശ്യം നല്ല കളർഫുൾ നോട്ടാണ്. ഇതിവിടുത്തെ $10 ഈ $10 ആൻഡ്രൂ ബാഞ്ച് പാറ്റേഴ്സൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ചിത്രമാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു പഴയകാല പോയറ്റായിരുന്നു. ഒരു നീല കളറിലെ നോട്ടാണിത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് മേരി ഗിൽമോർ എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ ചിത്രം കാണാൻ സാധിക്കും. ഇവരും ഒരു പഴയകാല കലാകാരിയായിരുന്നു, എഴുത്തുകാരിയായിരുന്നു. എഴുത്തുകാരി മാത്രമല്ല, അവരൊരു ജേർണലിസ്റ്റും കൂടിയായിരുന്നു. ഇനി ഫൈനലി നമ്മുടെ $5 നോട്ട്. $5 നോട്ടിൽ ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ ക്യൂൻ എലിസബത്ത് II ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുൻഭാഗത്ത് പുറകുവശത്ത് ക്യാൻബറയിലുള്ള പാർലമെൻറ്റിൻ്റെ ചിത്രമാണിത്. അപ്പം ഇത്രയും നോട്ട് ഞാൻ കളക്ട് ചെയ്തു. 5, 10, പിന്നെ നമ്മുടെ 20, 50, 100. അപ്പോൾ ഇത് നമ്മുടെ കളക്ഷൻ്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്തതാണ്. ഇനി കോയിൻസും ഉണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കോയിൻസ് എന്ന് പറയുന്നത്. ഇത് $1 $1 കോയിനാണ്. ഇതിനകത്ത് നമുക്ക് കാങ്കറിനെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ക്യൂൻ എലിസബത്തിനെ കാണാൻ സാധിക്കും. ക്യൂൻ എലിസബത്ത് II, ഇപ്പുറത്ത് കാങ്കരു. $1. പക്ഷേ $1 ഈ കാണുന്നത് 50 സെൻസ് ആണ്. അതിൻ്റെ $1 2 ഇരട്ടി വലുപ്പമുണ്ട് 50 സെൻസിൻ്റെ ആ ഒരു കോയിന് 50 സെൻറ്റ്. അപ്പോൾ ഈ 50 സെൻറ്റ് കോയിനിനകത്തും നമുക്ക് ക്യൂൻ എലിസബത്ത് II കാണാൻ സാധിക്കും. 50 സെൻറ്റിൻ്റെ കോയിൻ്റെ അതേ വലിപ്പമുണ്ട് 20 സെൻറ്റിൻ്റെ കോയിന്. 20 സെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതാണ് കോയിന്. ഇതിലും ഈ പറഞ്ഞ പോലെ ക്യൂൻ എലിസബത്ത് തന്നെയാണ്. ഇത് 10 സെൻറ്റ് കോയിൻ. അതിൻ്റെ ബാക്ക് സൈഡിലും ക്യൂൻ എലിസബത്ത് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് 5 സെൻറ്റ്. ഇതെനിക്ക് കയ്യിലെടുക്കാൻ പോലും പറ്റുന്നില്ല, അത്ര ചെറുതാണിത്. 5 സെൻറ്റിൻ്റെ കോയിൻ. അതിൻ്റെ ബാക്കിലും ക്യൂൻ എലിസബത്ത് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് എത്രയാണ്? ഇത് $2 കോയിൻ. $2 കോയിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് ക്യൂൻ എലിസബത്തിനെ കാണാൻ സാധിക്കും. ആ കോയിൻ്റെ വലുപ്പം നോക്കിയാൽ $2, $1, 5 സെൻറ്റ്, 10 സെൻറ്റ്, 20 സെൻറ്റ്, 50 സെൻറ്റ്. ഏറ്റവും വലിയ 50 സെൻറ്റാണ്. $2 ഏറ്റവും ചെറുത്. അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കെല്ലാം കടന്ന് നമ്മൾ ഉള്ളിൽ വന്നു. അപ്പോൾ ഇനിയിപ്പം ഷോപ്പിംഗ് ടൈമാണ്. മുതലാളിക്ക് പെർഫ്യൂം വാങ്ങണം. എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. ഞാൻ പോയി സുവനീർ തപ്പട്ടെ, നിങ്ങൾ പെർഫ്യൂം തപ്പു. ഗേറ്റ് നമ്പർ 63 63. ഓഫർ അവിടെ അതവിടെ. ഞങ്ങൾ ന്യൂസിലാൻഡിൽ പോകാൻ നേരം ഇവിടെ വന്ന് ഓഫറുള്ള സംഭവങ്ങളൊക്കെ നോക്കി വെച്ചാണ്. ഇപ്പോഴും ഉണ്ട് ഓഫർ. അങ്ങനെ ഞാൻ ഈ ഒരു പെർഫ്യൂം എടുത്തു. ടോം ഫോർഡ് ഊദ് വുഡ് എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ സാധനം നമുക്ക് ഫ്രീ കിട്ടും. ഇതുണ്ടാ, ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രീ. ഞങ്ങളിവിടെ പെർഫ്യൂം വാങ്ങിച്ച് തകർത്തോണ്ടിരിക്കുക. കുറേ കാശ് പൊട്ടിക്കും മുതലാളിയും ചാനയും കൂടി. ജോമലോണ് എൻ്റെ പൊന്നെ, എന്തൊക്കെയാ നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഡ്യൂട്ടി ഫ്രീയിൽ വന്നു. ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിച്ചു. സുവനീർ ഞാൻ നേരത്തെ വാങ്ങിച്ചായിരുന്നു, ഞാൻ ഇപ്പോഴാണ് മറന്നു വരും സുവനീറിൻ്റെ കാര്യം. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, നല്ല കളക്ഷൻ ഉണ്ട് ഡ്യൂട്ടി ഫ്രീയിൽ. ഇനി നമുക്ക് നമ്മുടെ ഗേറ്റ് എവിടെയാണ് എന്ന് തപ്പിപ്പിടിക്കണം. ഗേറ്റ് തപ്പിപ്പിടിച്ചിട്ട് നമുക്ക് ഗേറ്റിൻ്റെ സൈഡിലേക്ക് നമുക്ക് വാക്ക് ചെയ്യാം. ഈ കടകളിലൊക്കെ ആരും ഇല്ല. നോക്കി വലിയ വലിയ ബ്രാൻഡുകളുടെ കടകളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം കാലിയാണ്. ഇതൊക്കെ മിക്കതും ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വെക്കുന്ന സംഭവങ്ങളായിരിക്കും മിക്ക സംഭവങ്ങളൊക്കെ. ഡിയോറിനകത്തും എല്ലാം കാലി കണ്ടില്ലേ, എല്ലായിടത്തും സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കണ്ണടകളും പെർഫ്യൂമുകളും പിന്നെ ലിക്കറും ഇതും നോക്കിയാൽ ഒന്നിനും ഒരു കുറവില്ല. ഇവിടെ പെർഫ്യൂമിന് പൊതുവേ റേറ്റ് കുറവാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ ഒന്നും റേറ്റ് പോലും എഴുതി വെച്ചിട്ടില്ല. ഇവിടെ എയർപോർട്ടിൽ ഓഫറൊക്കെ ഉണ്ട്. എൻ്റെ ടീഷർട്ട്സ് buy 3 get 1 free മിക്സ് ആൻഡ് മാച്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ. ഇപ്പം നമ്മൾ എയർപോർട്ടിലാണോ ഷോപ്പിംഗ് മോളിലാണോ? ഇത് എവിടെയാ? ഷോപ്പിംഗ് മോൾ തന്നെയല്ലേ? യെസ്, എയർപോർട്ട് തന്നെയല്ലേ?
എയർപോർട്ടാണ് ഗൈസ്. ചൈന ഈസ്റ്റേൺ കിടക്കുന്നു, ചൈന എയർലൈൻസ് എന്ന് പറഞ്ഞ് വേറൊരെണ്ണം കിടക്കുന്നു, പിന്നെ ഇവിടെ ഏതൊരെണ്ണം കിടപ്പുണ്ട്, എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് എയർവേസോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ചൈന ഈസ്റ്റേൺ, ചൈന എയർലൈൻസ്, എത്ര ചൈനീസ് എയർലൈൻസ് ഉണ്ടെന്ന് അറിയാമോ? ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മറ്റേ ബ്രിട്ടീഷ് എയർവേസിന്റെ സിഡ്നി സിംഗപ്പൂർ ടു ലണ്ടൻ ഫ്ലൈറ്റ് ആണ്. ഇവിടുന്ന് ഡയറക്റ്റ് ലണ്ടൻ പോകുന്നതല്ല, ഇത് ഇവിടുന്ന് സിംഗപ്പൂർ പോകും. സിംഗപ്പൂർ ഇറങ്ങിയിട്ട് നമ്മൾ അത് വീണ്ടും ലണ്ടനിലേക്ക് പോകും. നമ്മൾ കഴിഞ്ഞ തവണ ഇപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഈ ഫ്ലൈറ്റ്. നമ്മൾ ഗേറ്റിൻ്റെ അടുത്തെത്തി. ഇവിടെ തന്നെ നമുക്കൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുതലാളി സ്വാഭാവികമായിട്ടും ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്ക് പോകുമല്ലോ. എവിടെ പോയാലും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. ചൈനീസ് ഫ്രൈഡ് റൈസ്, ഇത് സ്പൈസി. ഇത് തീർന്നല്ലോ. തീർന്നു. ചൈനീസ് ഫ്രൈഡ് റൈസ്, പിന്നെ മറ്റേ ചോറ് വിത്ത് ബീഫ് കറി, പിന്നെ ഒരു സ്പാർക്ലിംഗ് സോഡ, ഒരു കുപ്പി വെള്ളം, പിന്നെ ഒരു ചിപ്സ്. 6-7 മണിക്കൂർ വിമാനത്തിരിക്കേണ്ടതല്ലേ? ബഡ്ജറ്റ് എയർലൈൻ. ഒരു കുന്തം കിട്ടിയില്ലെങ്കിൽ പണിയോ. ലാജോ എന്നാ പറയുള്ളൂ. ലാജോയാ? ലാജോ എന്ന് പറഞ്ഞാൽ എന്താ? എരിവെന്നാ? സ്പൈസി. ചൈനീസ് സ്പൈസിക്ക് പറയുന്ന പേരാ ലാജോ. കൊള്ളാണോ? ബിരിയാണി സൂപ്പറാ. ബിരിയാണി അല്ല, ഫ്രൈഡ് റൈസ്. ഇപ്പൊ എന്താണേലും എല്ലാം സൂപ്പറാ. വിശന്നിരിക്കുക. അങ്ങനെ നമ്മുടെ അടുത്ത നീണ്ട യാത്രയുടെ ബോർഡിങ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ആൾക്കാരൊക്കെ കയറി കഴിഞ്ഞു എത്ര പെട്ടെന്ന്. സോ ഫാസ്റ്റ്. ഇവിടുന്ന് ഏറ്റവും ടിക്കറ്റ് റേറ്റ് കുറവ് ബാലിക്കാണ്. ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സ് ഒരു ദിവസം പോകുന്നുണ്ട്. കോണ്ടാസ് 269, JQ37 കോഡ് ഷെയറിംഗ് ഉണ്ടല്ലോ. ഈ കോണ്ടാസിൻ്റെ തന്നെയാണ് തോന്നുന്നു കേട്ടോ, ജെറ്റ് സ്റ്റാർ. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് 15,000 രൂപയ്ക്കാണ് ഇവിടുന്ന് 7 മണിക്കൂർ ഫ്ലൈ ചെയ്യുന്ന ബാലി ടിക്കറ്റ് കിട്ടിയത്. വിത്ത് ലഗേജ് എല്ലാം കൂടെ 20,000 രൂപ താഴെ ആയിട്ടുള്ളൂ. 7 മണിക്കൂർ ഫ്ലൈ ഉണ്ടേ. 4 ചോദിക്ക് എത്ര ചീപ്പാണ് ഇവിടുന്ന് ബാലി ടിക്കറ്റ് എന്ന്. യെസ് ഗായ്സ്, ഫൈനലി അങ്ങനെ നമ്മൾ ബാലിയിലേക്ക് പോവുകയാണ്. ഇത് ബോർഡിങ് കഴിഞ്ഞിട്ട് ഇത് ഒരു ലോഡ് നടക്കണമല്ലോ വിമാനത്തിൽ കയറാനായിട്ട്. അപ്പം നമ്മളിന്ന് പോകുന്നത് ബ്രാൻഡ് ന്യൂ എയർബസ് A321 വിമാനത്തിലാണ്. A321 നിയോ വിമാനം, ബ്രാൻഡ് ന്യൂ വിമാനമാണ് ഗൈസ്. ആഹാ, ഇത് പൊളിച്ച് നല്ല അടിപൊളി സീറ്റ്. നമുക്ക് ഫ്രണ്ട് റോയിൽ സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലെ എമർജൻസി സീറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. A321 നിയോ വിമാനമാണിത്. 321 നിയോ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ താങ്ക് യു. ഇതിൻ്റെ എമർജൻസി എക്സിറ്റിൻ്റെ സീറ്റ് കോൺഫിഗറേഷൻ എയർലൈൻ കമ്പനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ 2 എമർജൻസി എക്സിറ്റ് ഉണ്ടാവും. ഒന്ന് ഇവിടെ നടുക്ക്, പിന്നെ ഒന്ന് പുറകിലായിട്ട് വേറെ ഒരു എമർജൻസി എക്സിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ 4 എമർജൻസി എക്സിറ്റുകളും, പിന്നെ ഫ്രണ്ടിലെ ഈ 2 ഡോറും ബാക്കിലെ 4 ഡോറുമായിട്ട് മൊത്തം കുറേ ഡോറുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ്. കണ്ടോ എന്താണ് ഇതിൻ്റെ ഫ്രണ്ട് റോയിൽ പോലും ഇത്രയും ലെഗ് സ്പേസ് ഉള്ള സീറ്റ് ഇല്ല എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പുറകിലത്തെ എമർജൻസി എക്സിറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. കേട്ടോ, ഇങ്ങനെയാണ് സീറ്റ്. എനിക്കിവിടെ ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, ഒരു ചെറിയ ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ആകെയുള്ളൊരു ഡ്രോബാക്ക്, എനിക്കിവിടെ വിൻഡോ ഇല്ല. എനിക്ക് സീറ്റ് കയറിയിട്ട് പുറകെ കൂടെ നോക്കാനേ പറ്റുള്ളൂ. സൈർ ഭായ്, എന്താണ് ലേറ്റ് ആയത്? വൈ ആർ യു ലേറ്റ്? ബോർഡിംഗ് പാസ് കണ്ടില്ലല്ലേ? You missed your boarding pass, huh? Itra leg space madhiya sarna? This is a business class in Jetstar. Yeah, business class in Jetstar. അങ്ങനെ നമ്മൾ നമ്മുടെ Jetstar ബിസിനസ് ക്ലാസ്സിൽ കയറിയിരിക്കുകയാണ്. Jetstar ഇതാണ് ബിസിനസ് ക്ലാസ്. ഇത്രയും സ്പേസ് ബിസിനസ് ക്ലാസ്സിൽ പോലും കിട്ടൂല ഗൈസ്. ഇത് നീളം കൂടിയ വിമാനമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് 232 എക്കണോമി ക്ലാസ് സീറ്റുകളുണ്ട്. അതായത് ഇതിനകത്ത് ഒറ്റ സിംഗിൾ ക്ലാസ്സേ ഉള്ളൂ. ബിസിനസ് ക്ലാസ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. 232 സീറ്റുകളുണ്ട് ഈ ഒരു വിമാനത്തിൽ. അത്ര വലിയ വിമാനമാണ്, ഭയങ്കര നീളമുള്ള വിമാനമാണ്, ബ്രാൻഡ് ന്യൂ വിമാനമാണ്, പുത്തൻ വിമാനമാണ്. ശരിക്കും ഇതിൻ്റെ അവിടെ ഫ്രണ്ടിലൊരു സാധനം കണ്ടോ, മൊബൈലൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ളത്. നേരത്തെ ഞാൻ വേറൊരു തക്കുട് പരിപാടിയിലല്ലേ മൊബൈൽ വെച്ചോണ്ടിരുന്നത് സീറ്റിൻ്റെ ബാക്കിൽ. പക്ഷേ ഇതിനകത്ത് ഡിവൈസ് ഹോൾഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് എന്താ കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടെ മൊബൈലൊക്കെ വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയുണ്ട്. പക്ഷേ എൻ്റെ മുമ്പിൽ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കതില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് വേറെ സാധനം ഞാൻ കാണിച്ചിരുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതിന് മുമ്പ് നമുക്കിവിടെ എമർജൻസി എക്സിറ്റാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ക്യാബിൻ ക്രൂ ഇരിക്കുന്ന സീറ്റാണ്. നമ്മൾ ടേക്ക് ഓഫിൻ്റെ സമയത്തും ലാൻഡിങ്ങിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ചിലപ്പോൾ അവരോട് വന്നിരുന്നേക്കാം. അല്ല, അപ്പുറത്തും ഉണ്ട് 2 എക്സ്ട്രാ ക്യാബിൻ ക്രൂ ഉണ്ട്. അവർ 2 ഇവിടെ ഇരിക്കും. അതാണ് സംഭവം. പിന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ മാനുവൽ, പിന്നെ മെനു കാർഡ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ജെറ്റ് സ്റ്റാർ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എക്സ്ട്രാ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യണം. നമ്മുടെ മൊബൈലിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പോലും ഇത് എക്സ്ട്രാ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് സിനിമയൊക്കെ കാണാൻ പറ്റുള്ളൂ. അത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പർച്ചേസ് ചെയ്താലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് കയറി വാങ്ങിക്കാം. അങ്ങനത്തെ പരിപാടികളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി ഞാൻ എൻ്റെ ട്രേ ടേബിൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 2 പേരുടെ സീറ്റുകൾ തമ്മിൽ പാർട്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ട്രേ ടേബിൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ ഒരു സാധനം കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് എൻ്റെ മൊബൈൽ ഹോൾഡർ എന്ന് പറയുന്നത്, ഡിവൈസ് ഹോൾഡർ എന്ന് പറയുന്നത്. കണ്ടോ,
ഇതിങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫോണ് എനിക്കിത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് സിനിമ കാണുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതാണ് എൻ്റെ ഡിവൈസ് ഹോൾഡർ. കണ്ടില്ലേ, നമുക്ക് സിനിമ കാണാൻ വേണ്ടിയുള്ള സാധനമാണ്. കാരണം അവിടെ അതുണ്ട്. ഇപ്പം നമുക്കിവിടെ അതില്ല എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെ ഇവിടെ വയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സീറ്റൊക്കെ നോക്കിയേ, നല്ല കിടുക്കാച്ച് ഫ്രഷ് സീറ്റാണ്. കണ്ടോ, നമുക്ക് നല്ല നീറ്റാണ്, ഭയങ്കര തിന്നാണ്, പക്ഷെ എന്നാലും നല്ല നീറ്റ് സീറ്റാട്ടോ. പിന്നെ മുമ്പിലത്തെ സീറ്റിൽ USB ചാർജറൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഇവിടെ ആയിട്ടാണ് USB ചാർജർ കൊടുത്തേക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഇവിടെ ഇരിക്കാൻ എന്ത് സുഖം പറയുന്നത്, ഭയങ്കര സുഖമായിട്ടോ. സൈർ ബൈ ഭയങ്കര ഉറക്കമാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഞാൻ ഉറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായെന്ന് തോന്നുന്നു. നല്ല സുഖമായിരുന്നു, എന്ത് സ്പേസ് ആണ്. എനിക്ക് ഈ സീറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലാവിഷായിട്ട് സുഖമായിട്ടിരിക്കാം. അപ്പോൾ ഞാനിവിടെ മറ്റേ നമ്മുടെ മാമന്നൻ്റെ സെക്കൻഡ് ഹാഫായി മാമന്നൻ്റെ. അപ്പോൾ അവർ ഫുഡൊക്കെ സെർവ് ചെയ്ത് തുടങ്ങി. ഏകദേശം 6 മണിക്കൂറാണ് നമ്മൾ ഇന്നത്തെ ഫ്ലൈറ്റ്, ബാലിയിലേക്കുള്ള ഫ്ലൈറ്റ്. 6 മണിക്കൂർ. നമ്മൾ പ്രീ ബുക്ക് ചെയ്തിരുന്ന ബീഫ് ലസാനെ ഇങ്ങോട്ട് തന്നിരിക്കുകയാണ്. ലസാനയാണത്. ഇത് കൊള്ളാം. നമ്മൾ കഴിഞ്ഞ വിമാനത്തിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ടുള്ള പ്രസൻറ്റേഷൻ. ഇതാണ് ബീഫ് ലസാനെ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ബീഫ് ലസാനെ വിത്ത് ഗ്രീൻ ടീ. ഫുള്ള് രാത്രിയായി. ഇപ്പോൾ ഞാൻ സിനിമ കണ്ടു തീർത്തു. ഞാൻ വേറൊരു സിനിമയും കൂടെ കണ്ടു തീർത്തു. ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നു. ഇതാണ് ഞാൻ കണ്ട പടം, മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറഞ്ഞൊരു പടം. ഇതൊരു രക്ഷയില്ലാത്ത പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പടമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊരു റിയൽ സ്റ്റോറിയാണ്. വിദേശത്ത് താമസിക്കുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. അപ്പം ഞാനിരുന്ന് ഉറങ്ങാൻ പോവാണേ. ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പം 12 മണി. അപ്പോൾ ഞാനിരുന്ന് കിടന്നും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ്. അവിടെ ബാഗ് എടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. വിമാനം ഇനി 3 മണിക്കൂറും കൊണ്ടുണ്ട് നമ്മൾ ബാലി എത്താനായിട്ട്, ഡെൻപസാർ എത്താനായിട്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മൾ 1/2 മണിക്കൂർ നേരത്തെ എത്തി. പൈലറ്റ് മിടുക്കനാട്ടോ, ഭയങ്കര സ്പീഡായിരുന്നു. ചവിട്ടി വിട്ട് പെട്ടെന്ന് എത്തി. ഒരു ടർബുലൻസ് ഇല്ലാണ്ട് സുഖമായിരുന്നു. നല്ല നീറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. ഇത് കുറച്ച് വലുതാണോ എന്ന് സംശയമുണ്ട് കേട്ടോ ഈ വിമാനം. ഇതിൻ്റെ മറ്റേ ഓവർ ഹെഡ് ബിൻസ് ഒക്കെ ഇല്ലേ, അത് നമ്മൾ ബാഗൊക്കെ വയ്ക്കുന്നത്, അതൊക്കെ ഭയങ്കര വലുതാണ്. നല്ല സ്പേസ് ഉണ്ട്. ഇത് മൊത്തത്തിൽ 320യെക്കാട്ടി കുറച്ചും കൂടെ സ്പേഷ്യസ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും കൊള്ളാൻ, ഇഷ്ടപ്പെട്ടു. നല്ല വിമാനമായിരുന്നു, നല്ല യാത്രയായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ എയർ ഹോസ്റ്റസ്മാരെ ചിരിച്ച ആ ഒരു സ്മൈലോട് കൂടി അവരുടെ ചരിച്ച മുഖം കണ്ട് ഞങ്ങൾ ബാലി ഇറങ്ങുകയാണ്. ഇതാണ് നമ്മൾ വന്നിറങ്ങിയ എയർബസ് A321 വിമാനം. കൊള്ളാല്ലേ. നമ്മള് കോണിപ്പടിയിലാണ് നമ്മൾ ഇറങ്ങിയത്. സ്റ്റെപ്പിൽ നമ്മൾ ഇറങ്ങി. ഇവിടെ ചൂടാണല്ലോ സൈർ ഭായി, ചൂട്. ഇവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു, ആ ബസ് ഫുള്ളായി. ഇനി അടുത്ത ബസ് വരണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. അപ്പുറത്ത് എയർ ഏഷ്യ ഇന്തോനേഷ്യയുടെ വിമാനം കിടപ്പുണ്ട്. ഈ എയർ ഏഷ്യ തന്നെ എയർ ഏഷ്യ ഇന്ത്യ ഉണ്ട്, എയർ ഏഷ്യ ഇന്തോനേഷ്യ ഉണ്ട്, എയർ ഏഷ്യ തായ്ലൻഡ് ഉണ്ട്, എയർ ഏഷ്യ ഫിലിപ്പീൻസ് ഉണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിലും എയർ ഏഷ്യ ഉണ്ട്. അങ്ങനെ നമ്മുടെ എയർബസ് A321 നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ എൻജിൻ ഓപ്ഷൻ എന്നാണ് അർത്ഥം. നിയോ വിമാനം. നമ്മുടെ ബസ് വരുന്നില്ല. വെയിറ്റിംഗ് ഫോർ ദ ബസ്. നമ്മള് ന്യൂസിലൻഡിൽ നിന്ന് വിട്ടിട്ട് ഇപ്പൊ 16 മണിക്കൂറായി. 16 മണിക്കൂർ. രാവിലെ 10 മണിക്ക് നമ്മൾ ഇറങ്ങിയതാ. ഇപ്പൊ ന്യൂസിലൻഡ് സമയം വെളുപ്പിന് 2 മണിയായി. അതായത് ന്യൂസിലൻഡ് സമയം വെളുപ്പിന് 2 മണി, ഇവിടത്തെ സമയം ഇപ്പൊ രാത്രി 9 മണി. ബസ് എത്തിയിരിക്കുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ. ഇവിടെ KLM-ന്റെ ഫ്ലൈറ്റ് ഒക്കെ കിടപ്പുണ്ട്, റോയൽ ഡച്ച് എയർലൈൻസ്. അത് ഇവിടുന്ന് സിംഗപ്പൂർ പോകും, അവിടെ നിന്ന് പിന്നെ പോകും, ഫർദർ പോകും. അങ്ങനത്തെ വിമാനമാണ്. അങ്ങനെ നമ്മളിവിടെ എത്തി. അപ്പോൾ ഇനി നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യണം. ദ സാഡ് തിങ് ഈസ്, നമ്മൾ ഇഷ്ടംപോലെ ഇന്ത്യക്കാരിവിടെ വരുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് ഒരൊറ്റ ഡയറക്റ്റ് ഫ്ലൈറ്റ് ബാലിയിലേക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം. ഒറ്റ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ വിസ ഓൺ അറൈവൽ ഫീസ് ഉണ്ട്, പൈസ അടയ്ക്കണം. പൈസ അടച്ചിട്ട് നമുക്ക് പോയിട്ട് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കാണാം. അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഇവിടെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ പെട്ടിയെല്ലാം ഇവിടെ ഓൾറെഡി വന്ന് പുറത്ത് താഴെ ഇറങ്ങി വെയിറ്റ് ചെയ്യുന്നു, കാത്തിരിക്കുന്നു ഫോർ us. ഓ വാവ്. എന്തിട്ട് എൻ്റെ ടാഗ് നിങ്ങളുടെ പെട്ടിലാണ് വന്നേ. യെസ്. അപ്പോൾ നമ്മൾ ഇമിഗ്രേഷനിൽ നമ്മൾ പോയി പൈസ അടയ്ക്കണം. പൈസ എന്ന് പറയുമ്പോഴത്തേക്കിനും $33 ആണ് ഇന്നത്തെ റേറ്റ്. അപ്പോൾ അത് നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ അതിന് എക്സ്ട്രാ 2% അവരെടുക്കും. പിന്നെ ക്യാഷ് ഉണ്ടെങ്കിൽ US ഡോളർ കൊടുക്കുക. അങ്ങനെ പല രാജ്യങ്ങളുടെ കറൻസി എത്രയാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളുടെ കറൻസി എടുക്കും, പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ കറൻസി ഒന്നും അവർ എടുക്കുകയില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് ഇതുവരെ ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് പോലും ബാലിക്കില്ല എന്ന് പറയുന്നത് ശരിക്കും വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈയിടെയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഇന്തോനേഷ്യയിൽ
ജക്കാർത്തയിലേക്ക് ഇൻഡിഗോ സർവീസ് തുടങ്ങിയത്. പക്ഷേ അതിപ്പോൾ കാണുന്നുമില്ല ഞാൻ നോക്കിയിട്ട്. എന്താണെന്ന് എനിക്കറിയില്ല, ഇത്രയധികം ടൂറിസ്റ്റുകൾ പോകുന്ന ബാലിയിലേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്തത് ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങും, ടാക്സി എടുക്കും, നേരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകും. നമ്മൾ താമസിക്കുന്നത് എവിടെയാണെന്നല്ലേ, അത് ഞാൻ നാളെ കാണിക്കുള്ളൂ ഗൈസ്, അല്ലേ? അതൊരു ഒന്നൊന്നര സ്ഥലമാണ്. കണ്ടിട്ട് പറയാം, 1.5 സ്ഥലം. അതെ, ആയിരിക്കുമല്ലോ, ഞാനല്ലേ ബുക്ക് ചെയ്തത്. അതൊരു ഒന്നൊന്നര സ്ഥലമാണ്, അത് നമ്മൾ നാളെ കാണിക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരെ പുറത്തിറങ്ങും, ടാക്സി എടുക്കും, ആൻഡ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പോൾ സീ യു ഗൈസ്, ഞങ്ങൾ നല്ല ടയേർഡാണ്. ബൈ ബൈ. Bye, see you. യാ സീ യു. ഇനി ഞാൻ ബൈ പറയില്ല, സീ യു എന്നേ പറയുള്ളൂ. സീ യു, സീലിക്കാണ്. സീ യു.